കരൂഞ്ഞിമല. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു പേര് കേൾക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു കരൂഞ്ഞിമല സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കി മുന്നോട്ട് പോയെങ്കിലും കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിൽ ഗൂഗിൾ മാപ്പ് എത്തിച്ചിട്ടില്ല. അവിടെ എത്തി കുറച്ച് അന്വേഷിച്ചതിന് ശേഷമാണ് മലയിലേക്ക് കയറാൻ തുടങ്ങിയത്. അങ്ങനെ ആവട്ടെ, മലയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വഴി തെറ്റി. പല കാട്ടിലൂടെയും മേടുകളിലൂടെയും കയറി കയറി അവസാനം നമ്മൾ മലയുടെ മുകളിലെത്തി. മുകളിലെത്തിയപ്പോഴാണ് ആ മനോഹര കാഴ്ചകൾ കാണുന്നത്. പോകാം നമുക്ക് കരൂഞ്ഞിമല കാണാൻ. ഇറ്റ്സ് മീ റോയ്സ്. വെൽക്കം ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ കുന്നമലം ഭാഗത്ത് കരൂഞ്ഞി മല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പം നമുക്ക് പോയി നോക്കിയാലോ? പമ്പ. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മണിപുരം റോഡിലാണ്. ഈ റോഡിൽ നിന്നൊരു 14 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കരിഞ്ഞിമല വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ബാക്കി വിഷയം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ബുള്ളറ്റ് പോണ പോക്കൊക്കെ വരച്ചാതി. ഇപ്പോൾ നമ്മൾ ചാത്തൻകടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാർക്ക് ഇനി എത്ര ഏകദേശം മിനിറ്റ് ഉണ്ട്, എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മളെ വ്യൂ പോയിന്റിലേക്ക്? 7.4 കിലോമീറ്റർ. ഇനി ഒരു 1.5 കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ കരിഞ്ഞിമല എന്ന് പറഞ്ഞിട്ടുള്ള വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റും. ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വലത്തോട്ടേക്ക് പോകണം. റോഡ് നല്ല വൃത്തിയുള്ള റോഡായതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ചു പോകാനൊക്കെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. നല്ല റോഡ് ഉണ്ടാകുമ്പോൾ നല്ല വൃത്തിക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പോകുന്ന റോഡൊക്കെ നല്ല വൃത്തിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് വാഹനം ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ ഏകദേശം 3:30 ആയിട്ടുണ്ട്. ഒരു 7 മിനിറ്റാണ് നമ്മളെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് നമ്മളെ വ്യൂ പോയിന്റിലേക്ക്. അപ്പം അവിടെ എത്തിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത്, സൺസെറ്റ് കിട്ടുമോ, എങ്ങനെയാണ് കാലാവസ്ഥ ഒക്കെ നമുക്ക് നോക്കാം. ഇനി ഒരു 650 മീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ട്രക്ക് ചെയ്തിട്ട് മുകളിലേക്ക് കയറണം. അപ്പോൾ പോവാം, നമുക്ക് അവിടുത്തെ സൺസെറ്റ് കണ്ട് നമുക്ക് തിരിച്ചു വരാം ഇൻഷാ അല്ലാഹ്. പോകുന്ന വഴിയൊക്കെ നല്ല കവുങ്ങുകളെ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്ടോ, നമുക്ക് നോക്കാൻ പറ്റും. കവുങ്ങിൻ തോട്ടം തന്നെ കാണാൻ പറ്റും. ചെറുതായിട്ട് റോഡ് തെറ്റുമെന്ന് സംശയം. ആ വയ്യ. അപ്പം വണ്ടി കയറില്ല അങ്ങോട്ടേക്ക്. അപ്പം നമ്മൾ വണ്ടി ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കയറി വരേണ്ടി വരും മക്കളെ. മാപ്പിൽ നമുക്ക് ഇവിടെ വരാണ് സ്ഥലം കാട്ടിത്തന്നത്. സ്ഥലം പോയോ? സ്ഥലം അവിടെ. അപ്പം ഇവിടെയാണ് മാപ്പ് കൊണ്ട് തന്നത്. ഇനി നമുക്ക് ചിലപ്പം ഈ ഒരു ഫ്രണ്ടത്തെ ഈ ഒരു മല കയറി ഈ ഒരു വഴിയിലൂടെ കയറി പോകേണ്ടി വരും അല്ലേ? അപ്പോൾ ഈ ഒരു വഴി കയറി പോകേണ്ടി മുകളിലേക്ക്. അപ്പോൾ നമ്മൾ നടന്ന് അടിയിൽ നിന്ന് കയറ്റം കയറി ഈ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും മുകളിൽ കയറി നോക്കാം ഈ വഴി തന്നെയാണോ അല്ലേന്ന്. പാർസ ട്രൈ ചെയ്ത് നോക്കല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് മുകളിലെത്തി. ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ് മൊത്തം. നടന്ന് നോക്കാം എത്തൂലെന്ന്. മിഷൻ ഫെയിൽഡ് ആയാലും കുഴപ്പമില്ല, നമുക്ക് ഈ കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചു പോകും. സോ ഈ വഴി കയറി വയ്ക്കാം നമുക്ക്. പെരു വഴിയായിരിക്കും ഇൻഷാ അല്ലാഹ്. ഈ വഴി ഒന്ന് കയറി നോക്കാം നമുക്ക്. എന്തായാലും സ്ലിപ്പാവണം നോക്കണം, ശ്രദ്ധിച്ച് കയറണം, അല്ലെങ്കിൽ ഫുള്ള് പോവും.
കൈ കൊണ്ടോ റിസ്ക് എടുത്ത് പോകണം വൈ. ശ്രദ്ധിച്ച് കയറി പോവാ. അഡ്വഞ്ചർ ആയിരിക്കും ഇവിടെ. അങ്ങനെ നമ്മളിപ്പോൾ ഇത്രയും കയറി വന്നു. അവിടെ എന്താ ചെറിയ ക്യാനൊക്കെ കണ്ട് ഫുള്ള് കാട്ടിന് നടുവിലെത്തി. കുറച്ചും കൂടി കയറി നോക്കാം. ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതെന്നാണോ വഴി അനുസരിച്ച് പോവാണ് ആൾക്കാർ കയറുന്ന രീതിയിൽ. വഴിയൊന്നും ഇല്ല ഇങ്ങോട്ടേക്ക്. തിരിച്ചിറങ്ങുമ്പോൾ വഴി മനസ്സിലാവോ? ഇത്രയും കയറി വന്നിട്ടുണ്ട്. ഈ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴി കയറിയിട്ട് വന്നേ. ഇനി പോകുമ്പോൾ വഴി മനസ്സിലാവുക എന്നുള്ളതൊക്കെ അറിയാം. ആരും വരാത്ത റൂട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ വഴി മാറിപ്പോയതാന്ന് തോന്നുന്നു. സോ ഫൈനലി നമ്മൾ മലൻ്റെ മുകളിൽ കയറിയിട്ട് ഗൈസ്. സോ നമ്മൾ വന്ന വഴി ചിലപ്പോൾ തെറ്റായിരിക്കും, ചിലപ്പോൾ ഇതിലൂടെയും വഴിയുള്ളത്. നമ്മളങ്ങനെ ഫ്രണ്ട് ഭാഗത്തൂടെ വന്ന് അങ്ങനെ നമ്മളെ മലൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. കാഴ്ച നോക്ക് ഗൈസ്, വ്യൂ നോക്ക്. ഇത്രയും നേരം നമ്മൾ ഏത് വഴിയാണ് വരച്ചറിയോ? ഓർമ്മ ഉണ്ടോ? ആ വഴി മൊത്തം കയറി ഇങ്ങനെ വന്നതാണ്. മല സെറ്റായില്ലേ? ഇതാണ് ആ മല. ആരും വരണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ അടുത്ത് ജസ്റ്റ് മാപ്പിൽ തപ്പിയപ്പം വന്ന ലൊക്കേഷനാണിത്. എക്സാക്റ്റ് വഴിയൊന്നും അറിയില്ല, അതുകൊണ്ട് നമ്മൾ റോങ് സൈഡിലാണ് കയറി വന്നത്. സോ മക്കളെ, അങ്ങനെ കുറേ നേരത്തെ ട്രക്കിങ്ങിന് ശേഷം നമ്മൾ വഴി അറിയാത്ത വഴിയിലൂടെ ഇങ്ങനെ കയറി ഞങ്ങൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. കരിഞ്ഞുമൂല വ്യൂ പോയിൻറ്റ്. സോ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്തു, നിയറസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് നോക്കിയപ്പോൾ കണ്ടതാണ്. ആൾക്കാരധികം വരാത്ത ഏരിയ, കാരണം വഴിയൊന്നുമില്ല, പ്രോപ്പറായിട്ട് വഴിയൊന്നുമില്ല. ഇതാണ് നമ്മളെ മല, കരിഞ്ഞുമല വ്യൂ പോയിൻറ്റ്. സ്ഥലം അധികാരം വരാത്തൊരു ഏരിയ ആണ്. നല്ല കാറ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഏരിയ. വഴി അറിയാതെ എത്തിപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഒരു മല. അപ്പം ആരും ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കരുത്. പ്രോപ്പറായിട്ട് വഴിയൊന്നും നമുക്കറിയില്ല. ജസ്റ്റ് മാപ്പ് നോക്കി വന്നപ്പം എത്തിപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മൾ വന്ന വഴി ഇതിലൂടെയാണ്, റോങ് സൈഡാണ് കയറിയത്. പിന്നെ ഇതിലൂടെ ചെറിയ വഴി കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ ഇതിലൂടെ ഒന്ന് ഇറങ്ങി നോക്കാം. അല്ല വാരിസേ, നടക്ക്. ഈയാണ് വഴികാട്ടി. ആടാ, ഇതന്നെ വഴി തോന്നുന്നു. ഇവിടെ നല്ല വഴി കാണുന്നുണ്ടല്ലേ, പക്ഷെ നമ്മൾ വന്ന സ്ഥലം മാറിപ്പോയി ഗൈസ്.
നമ്മൾ ഈ വഴിയാണ് വരേണ്ടത്. ആ മാപ്പ് നമ്മളെ ചതിച്ചതാണ്. കറക്റ്റ് പാത കാണിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. വണ്ടി അപ്പുറത്തല്ലേ? ശരിക്കും ഇതാണ് വഴി. ഇനി നമ്മളങ്ങനെ പോവാ. വണ്ടി ഇറങ്ങി നോക്കാം മച്ചാമാരെ, എന്തൊക്കെയാണ് അവസ്ഥ ഇനി നടക്കാൻ പോകണതെന്ന്. ഇറങ്ങുമ്പോൾ നല്ല വൃത്തിക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ പോയി. ആരുമില്ല, ഒരാൾ പോലും വരാത്ത ഏരിയ തോന്നുന്നു ഇവിടെ. ഇവിടേക്കും വഴിയുണ്ട്. ഇതിലൂടെ പോണോ? അവിടെ ഒരു ഗുഹ ഉണ്ടോ? ആ, പോയി നോക്കയിൽ കൂടെ. ഇവിടെ ഉള്ള ആൾക്കാരാ. നമ്മൾ ആ മല കയറി ഇറങ്ങുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് വലിയൊരു ഗുഹ. ഇതെങ്ങനെ ഇവിടെ, ഇത് ആരും ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ഇത് സ്വന്തമായിട്ട് ആയതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇതാണെന്ന് കമൻറ്റ് ചെയ്യുക. നാച്ചുറലായിട്ട് സംഭവിച്ചാണെന്നൊന്നും അറിയില്ല. അപ്പം അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ കരിഞ്ഞുമല ഇറങ്ങി എന്നപ്പോൾ കണ്ടൊരു ഗുഹയാണ്. അപ്പം ഇവിടുത്തെ ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് ഗുഹയുടെ ഉൾവശം. പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് മച്ചാമാരെ. ഉള്ളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി വഴിയുണ്ട്. പക്ഷേ അറിയാത്തത് കൊണ്ട് നമ്മൾ പോകുന്നില്ല. അപകടം സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഗുഹ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോങ് ആയി കയറിപ്പോയി ഗൈസ്. വളരെ റോങ് ആയിപ്പോയി. നമ്മൾ വന്നത് ഇതാ കാണാം, ഈ ഒരു വഴിയാണ് വന്നത്. ശരിക്കും പോകേണ്ടത് ഈ വഴി ഇങ്ങനെ സ്ട്രെയിറ്റ് പോയിട്ട് അങ്ങനെയാണ് പോകേണ്ടിരുന്നത്. പക്ഷെ നമ്മൾ വന്നപ്പോൾ പെട്ടെന്ന് ഈ ഒരു വഴി കണ്ടപ്പോൾ വിചാരിച്ച്, പിന്നെ മുകളിലേക്കുള്ള ഇതും മലകളും കണ്ടപ്പോൾ വിചാരിച്ച് നമ്മൾ ഈ വഴി കയറി പോകേണ്ടത്. അങ്ങനെ ഈ വഴി കയറി മലകളും കുന്നൊക്കെ കയറിയാണ്ട് മുകളിലെത്തി. പിന്നെ ഇറങ്ങിയപ്പോൾ നേരായിട്ടുള്ള വഴിയിലെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ വീട്ടിലേക്ക്. അപ്പം ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അടുത്ത വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. അപ്പം അൺടിൽ ദെൻ ബൈ.